ഇപ്പോൾ വിഴിഞ്ഞം പോർട്ട് സിറ്റി എന്നുള്ള ഒരു ആശയം ഇപ്പോൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. നഗരവൽക്കരണം എന്നുള്ളത് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളവും കേരളത്തെ സംബന്ധിച്ചിടത്തോളവും തീർച്ചയായിട്ടും വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ആഗമനത്തോടു കൂടി വൻതോതിൽ നമുക്ക് വർദ്ധിപ്പിക്കാനാകും എന്നുള്ളതിൽ നമുക്ക് യാതൊരു സംശയമില്ല. സാമ്പത്തികമായി എന്താണ് അതിലുള്ള നേട്ടം എന്നുള്ള ചോദ്യത്തിന് രണ്ട് രീതിയിൽ അതിനെ നമുക്ക് നോക്കിക്കാണാനായിട്ട് സാധിക്കും. ഒന്ന്, പ്രത്യക്ഷമായിട്ട് നമുക്ക് ലഭിക്കുന്ന വരുമാനം എന്നുള്ളത്. അപ്പോൾ ഒരു തുറമുഖത്തിലേക്ക് വരുന്ന കപ്പലുകൾ, അതിൻ്റെ ചരക്ക് ഗതാഗതത്തിനുള്ള നിരക്കുകൾ, ഇവയെല്ലാം തന്നെ ലഭിക്കുന്നതിനോടൊപ്പം നമുക്ക് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് GST ആണ് നിലവിലത്തെ സ്ഥായിയായിട്ടുള്ള വരുമാനം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും ഒപ്പം കസ്റ്റംസ് ചാർജസും മറ്റ് ചാർജുകളുമൊക്കെ അതിൽ നിന്നും ലഭിക്കുന്നുണ്ട്. ഇതിൽ കവിഞ്ഞ് നമുക്ക് ഇപ്പോൾ ട്രാൻസ്ഷിപ്മെൻറ്റ് മാത്രമായിരിക്കുമ്പോൾ പോലും നമ്മുടെ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുമ്പോൾ അത് സർക്കാരിന് നേരിട്ടൊരു വരുമാനം ലഭിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, ഒരു നാടിൻ്റെ, ഒരു സമൂഹത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ പുഷ്ടിപ്പെടുത്തുന്നത്. ഇപ്പോൾ നമ്മൾ 2025-ലാണ്. 2025 മുതൽ 2028 വരെയുള്ള കാലഘട്ടത്തിൽ അടുത്ത 3 വർഷങ്ങളിൽ നമുക്ക് ഏകദേശം 10,000 കോടി രൂപയുടെ നിക്ഷേപം, സ്വകാര്യ നിക്ഷേപം നമുക്ക് വിഴിഞ്ഞം തുറമുഖത്തിലേക്ക് മാത്രം വരുമെന്നുള്ളത് ഉറപ്പിച്ചാണ് നമ്മൾ ഈ സംസാരിക്കുന്നത്.